പോകുന്നു. ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവ നോക്കുന്നില്ല. ഇതിന് വേണ്ടിയതായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ വരുന്നത് വേണ്ടിയതായിട്ടുള്ള ആൾക്കാർ പ്രശ്നങ്ങൾ പ്രശ്നത്തിന്റെ പുറകെ പോകാൻ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് പേര് പോരി കൈസ് ഹാപ്പി അല്ലേ എല്ലാവരും? അല്ല ചങ്ക് കൂട്ടുകാരൻ അല്ലെങ്കിൽ പറയട്ടെ, ഈ കമന്റ് ഇട്ടോളം പറയട്ടെ, എന്നെ ആരാ താലി കിട്ടിയിട്ടുള്ളത്? കമന്റ് ഇടുന്നവരെ വ്യക്തമായിട്ട് അറിയാം. ഞാലിയാവയിലുള്ള കുറെ എണ്ണത്തിനാണ്, എല്ലാവർക്കും ഇല്ല കേട്ടോ. പുറമേ നിന്ന് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഒരു ചാനലിന്റെ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയത്തില്ല, ഞാൻ പറയാറുമില്ല. പക്ഷെ ഞാനിത് പറയുന്നത് ഇത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമായതുകൊണ്ടും ആസ് എ പേഴ്സൺ, ഒരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. എല്ലാവരും കൂടെ കൊത്തിപ്പറിച്ച് തിന്നുന്നൊരു സ്ത്രീയുടെ പേരുണ്ട്, രേണു സുധി. അവരുടെ മകൻ കിച്ചു RD, ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരനെ. കാരണം നമ്മളെപ്പോലുള്ള യൂട്യൂബിലെ വീഡിയോസൊക്കെ ചെയ്യുന്ന, റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം രേണു സുധി വെച്ച് എത്രമാത്രം വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും, എത്രമാത്രം അതിൽ നിന്നും റവന്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചാനൽ, ആ കുട്ടിയുടെ ചാനൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കിച്ചുവിൻ്റെ ചാനൽ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ വീഡിയോ പോയി കാണുകയും ആ ചാനൽ, ആ അനിയൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും. അവനോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട കിച്ചു, സമൂഹം, നാട്ടുകാർ അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരും പലതും പറയും. നിനക്ക് നിൻ്റെ അമ്മയെ അറിയാം, നിങ്ങൾക്ക് പരസ്പരം അറിയാം. പബ്ലിക്കും മറ്റുള്ള ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയും. അവരെ ഒരിക്കലും ബാധിക്കാത്ത ജീവിതമാണ് നിൻ്റെയും നിൻ്റെ അമ്മയുടെയും. എങ്കിൽ പോലും അഭിപ്രായങ്ങൾ എല്ലാവരും പറയും, ഈ വടക്കം ഞാനടക്കം പറയുന്നു. ഓക്കെ, ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. പലർക്കും എൻ്റെ അടുത്തുള്ളൊരു പരിഭവമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ രേണു സുധിയെ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഞാനൊരു കാര്യം മാത്രമേ പറയുന്നില്ല, അത്രയേ ഉള്ളൂ. പലരും പറയുന്നുണ്ടാവാം, ഞാനത് പറയുന്നില്ല. ഒരുപാട് പേര് പറയുന്നുണ്ടാവാം, ഞാനത് പറയുന്നില്ല എങ്കിൽ ഞാനത് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. ആ ഒരു മാന്യത മാത്രം ഞാൻ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് മറ്റേ ഒരു മിണ്ടാപ്രാണിയെ കൊന്നു തിന്നുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി വെള്ളം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അതിനെന്തൊരു പേര് പറയും, എന്താണ്, എന്തോ ഒരു സംഭവം ജപിക്കുന്ന പോലെ, ഇസ്ലാമിക ഇത് പ്രകാരം അതിന് വെള്ളം കൊടുക്കുന്നതിനൊരു പരിപാടി പറയും കേട്ടോ. പേരെനിക്ക് അറിയായിരുന്നു, മറന്നുപോയി. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വെള്ളം കൊടുത്തിട്ട് ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ കോഴിയെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയാൽ എന്താണെങ്കിലും ഞാനിങ്ങനെ ആ ഒരു വെള്ളം കൊടുത്ത് തന്നെയാണ് അങ്ങനെ ചെയ്യിക്കാൻ ശ്രമിക്കാറുള്ളത്. കാരണം എനിക്കെന്തോ അതൊരു അങ്ങനെ, അതുപോലെ ആ ഒരു വെള്ളം കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്, ഞാനായിട്ട് അതിൻ്റെ കഴുത്ത് വെട്ടാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതും കൂടെ ഉണ്ട്. അതുമാത്രമാണ് ഞാൻ രേണു സുധിയോട് ചെയ്യുന്നത്. അല്ലാതെ രേണു സുധി വിമർശിക്കേണ്ട സമയങ്ങളിൽ വളരെ ഹെൽത്തി ആയിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ചാനലുണ്ട്. പക്ഷേ ഈ റീസെൻ്റായിട്ട് നടന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് അവരെ വിമർശിക്കാൻ തോന്നുന്നില്ല. കാരണം ആ സ്ത്രീ എനിക്ക് യാതൊരു തരത്തിൽ വിദൂരമായിട്ട് പോലും ഒരു ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ്, സമൂഹത്തിന് ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ കുട്ടികൾ വളർന്നു വരുന്നു, എൻ്റെ കുട്ടികൾ രേണു സുധിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. എൻ്റെ കുടുംബത്തിനോ എൻ്റെ ചുറ്റുപാടുള്ള സമൂഹത്തിനോ ഒരിക്കലും രേണു സുധി കാരണം ഒരു മോശം ഉണ്ടാകുന്നില്ല. എങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് അവർ പറയണം? പറയുന്നവർ പറയൂ, അവരുടെ അഭിപ്രായമാണ്. ഞാൻ അവരെ ഒരിക്കലും വിമർശിക്കത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ വിമർശനം ഉന്നയിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവരൊന്നും വിമർശിക്കാത്തത്. ഇപ്പോൾ ആ കുട്ടി ഒരു Q&A വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നല്ല ചൂടെടുക്കുന്നുണ്ട്. മൈക്കില്ല, നമുക്ക് മൈക്കൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ കുറച്ച് ഫോൾട്ടൊക്കെ കാണും, ശബ്ദത്തിൻ്റെ സൗണ്ട് ആണെങ്കിലും പ്ലീസ്. അതാണ്. എടാ മോനെ കിച്ചു, നീ എന്നെ കോൺടാക്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് എൻ്റെ പേര് ശരത് പരമേശ്വർ എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് മൂപ്പരെന്ന് എഴുതിയിട്ടുണ്ട്. നീ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യണം. നിനക്കുള്ള മൈക്ക് ഞാൻ സെറ്റാക്കി തരാം, ഡോൺ വറി. ഞാൻ ഈ ഒരു രേണു സുധിയുടെ വിഷയം വെച്ച് വീഡിയോ ചെയ്തിട്ട് എനിക്ക് കുറച്ച് പൈസ ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു മൈക്ക് ഞാൻ റെഡിയാക്കി തരാം. ഞാനത് വളരെ ജെന്യൂനായിട്ട് പറയുന്നതാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. നിന്നോട് എനിക്ക് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, നീ ഡെയിലി വീഡിയോ ചെയ്യണം. നിൻ്റെ ചാനലിൽ ഇപ്പം യൂട്യൂബിൻ്റെ അകത്ത് രേണു സുധി അടിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് 1000 കണക്കിന് വീഡിയോ ഉണ്ടാവും. നിനക്ക് എന്തുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസ നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് നിനക്ക് ഉണ്ടാക്കിക്കൂടാ? തീർച്ചയായിട്ടും നിനക്കും ഒരു വ്ളോഗർ ആവാനുള്ള എല്ലാ കേപ്പബിലിറ്റീസും ഉണ്ട്. സമൂഹത്തിൽ നിൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിക്കാം, നിൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാം, നിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ അകത്ത് മറ്റു പല കാര്യങ്ങളും സംസാരിക്കാം. ചങ്കായിട്ട് നിൽക്കുന്ന ആ കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ, ആ പയ്യന്, എനിക്ക് ഇപ്പം സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവിൻ്റെ അടുത്തിരിക്കുന്ന ആ കൂട്ടുകാരനുണ്ടല്ലോ, മോനെ അടിപൊളി. ഇങ്ങനെ വേണം കൂട്ടുകാരൻ. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാമോ? നല്ലത് വരുന്ന സമയത്ത് മാത്രമല്ല, മോശം ചെയ്താലും കൂടെ നിൽക്കണം. ഞാനൊരു മോശമാണ് ചെയ്തത്, ഞാനൊരു തെറ്റ് ചെയ്തു, തെറ്റെന്ന് പറയുന്ന സമയത്തും നീ തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ല എന്നല്ല, തെറ്റ് ചെയ്താലും കൂടെ നിൽക്കണം. പക്ഷെ ഇവിടെ
വളരെ ജെന്യൂനായിട്ടുള്ളൊരു കോസുണ്ട്. സമൂഹം മൊത്തം കൊത്തിപ്പറിക്കുകയാണ്. പല കാരണങ്ങളാൽ ഈ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. എന്താണ് അവർ ചെയ്ത് തെറ്റെന്നുള്ള കാര്യം നിങ്ങൾക്കോ എനിക്കോ പറയാൻ പറ്റത്തില്ല. രേണുസുധി ഒരു വിധവയാണ്. ആ വിധവ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ള നേവൽ കാണിച്ചു, മറ്റുള്ള കാര്യങ്ങൾ കാണിച്ചു. നമ്മൾ സിനിമയിലും മറ്റുള്ള സീരിയലുകളിലും മറ്റുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അപ്പുറം കാണുന്ന നമ്മൾ, അല്ലെങ്കിൽ പോൺ മൂവി അടക്കം 24 മണിക്കൂർ കുത്തിയിരുന്ന് നീലചിത്രങ്ങൾ കാണുന്ന ആൾക്കാർ ഇതെല്ലാം ഇതൊരു വലിയ തെറ്റായിട്ട് ഒഫൻസായിട്ടും കാണുന്നു, ഇതിനെ ഒരു മോശമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു സഞ്ചാരിയുടെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് അദ്ദേഹം അവിടുത്തെ ഏതൊരു വലിയൊരു രാജ്യത്തെ ഒരു വളരെ സ്വകാര്യമായ ഒരു തെരുവിലൂടെ നടക്കുകയാണ്. വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്ഥലത്ത് ഓരോ ഗ്ലാസ് ഇതിനകത്തും ഓരോ സ്ത്രീകൾ വളരെ അങ്കലാവണിയെല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് താല്പര്യമുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെ തിരഞ്ഞെടുക്കാം. വിൽപ്പനയ്ക്ക് എന്നുള്ള ശരീരം വിൽക്കുന്ന സംഭവമാണ്, പക്ഷേ അതിന് പോലും ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ചിന്താഗതിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കണ്ണിനും ഒരു സ്ത്രീയിലേക്ക് മാത്രം വരുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ അപ്പുറം കാണിക്കുന്നവർ ഉണ്ട് എന്നുള്ളതും കൂടി ചിന്തിക്കണം. അതിനപ്പുറത്തേക്ക് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സമൂഹത്തിന് ദോഷമാകുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമുക്ക് ബാക്കി കേൾക്കാം. മൈക്കെല്ലാം വാങ്ങിയിട്ട് എല്ലാം റെഡിയാക്കും. ഇപ്പം അതാ മൈക്കൊന്നും അങ്ങനെയുള്ള ഇതായിട്ടില്ല. നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യും, നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. നമുക്ക് ഇനി നാളെ ടൈം അല്ല ഞാൻ കഴിഞ്ഞിട്ടെ ഇപ്പൊ ഇവനെ അല്ലാതെ ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് ചിന്തിക്കും, ഇവനോട് പറഞ്ഞിട്ട് ഇവൻ വലിയതൊന്നും പറയുന്നില്ല. മറ്റേ പോഡ്കാസ്റ്റ് പോലത്തെ സെറ്റപ്പ് തുടങ്ങിയാൽ എന്തായിരിക്കും അഭിപ്രായം? അതും കൂടെ കമന്റ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും കൂടെ പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യം, ഇതിപ്പോൾ ആരാ പറഞ്ഞിട്ടുള്ളത് പേരെനിക്കറിയത്തില്ല, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ലോകത്ത് മറ്റൊരു വ്യക്തികൾക്കും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സ്റ്റീവ് ജോബ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ മറ്റൊരു കോട്ടുണ്ട്, ബിക്കോസ് ദ വൺസ് ഹു ആർ ക്രൈസി ഇനഫ് ടു തിങ്ക് ദാറ്റ് ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ് ആർ ദ വൺസ് ഹു ഡു. അത് തന്നെയാണ് സംഭവം. നിങ്ങൾ വളരെയധികം ഭ്രാന്തമായി ചിന്തിക്കുകയും ആ കാര്യം നിങ്ങൾ ചെയ്യുകയും ചെയ്യുക. ആ ഭ്രാന്തമായ ചിന്ത നിങ്ങളെ ഉറങ്ങാൻ പോലും അനുവദിക്കാതിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ പരാജയപ്പെടും. മറ്റേ നമ്മുടെ എന്താ പറയുക, ഗെയിം ഓഫ് ത്രോൺസിലെ മറ്റേ പൊക്കം കുറഞ്ഞുള്ള ലാനിസ്റ്റർ മറ്റേ പുള്ളിക്കാരൻ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അദ്ദേഹം ഈ ഇടയ്ക്കൊരു നോബൽ പ്രൈസിൻ്റെ ഒരു വേദിയിൽ സംസാരിച്ചപ്പോൾ കാര്യം ഫെയിൽ ബെറ്ററായിട്ട് ഫെയിൽ ആവുക. നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കൂ, വീണ്ടും എണീറ്റ് വരൂ, വീണ്ടും പരിശ്രമിക്കൂ, വീണ്ടും പരാജയപ്പെട്ട് പിന്നെ അവസാനം വിജയം ഒരുപാട് കിട്ടിയാലും അഹങ്കരിക്കത്തില്ല, പരാജയത്തിലേക്ക് പോയാലും വിഷമിക്കത്തുമില്ല. ആ ഒരു സെറ്റപ്പിലേക്ക് എത്തും. അതുകൊണ്ട് രേണുസുധിയുടെയും അതുപോലെ തന്നെ രേണുസുധിയുടെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ രേണുസുധി എന്നുള്ള ആ അമ്മയ്ക്കുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ട് സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവും വളർന്നു വരണം. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വലിയ സീരിയസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇവരുടെ ഡെയിലി വ്ളോഗ് എടുക്കാൻ വായിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഗസ്റ്റിനെ ഒന്നും വിളിക്കത്തില്ല. അതിനുള്ള ഇതൊന്നും ചോദിക്കാനില്ല. ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. ലക്ഷ്മി ഹായ്, എന്താ പഠിക്കുന്നത്? അംബീഷൻ എന്താണ്? ആ ഹോബി? ഞാൻ പഠിക്കുന്നപ്പം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ആനിമേഷൻ VFX അതെ. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് മൊത്തം. ശ്രീചേട്ടൻ്റെ ഫ്രണ്ട്സ് കോൺടാക്ട് ഉണ്ടോ? അതോ എല്ലാം കഴിഞ്ഞ് അവരുടെ വഴിക്ക് പോയി? ഇപ്പോൾ കോൺടാക്ട്സ് ഉണ്ടോ എന്ന് വെച്ചാൽ കോൺടാക്ട്സ് ഇല്ല. കാരണം എല്ലാവർക്കും അവരുടെ ഒരു തിരക്കാണല്ലോ. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ ഞാൻ മൂവ് ഓൺ ചെയ്യണം. അവരുടേതായ കുട്ടികൾ പയ്യൻ വിചാരിച്ച പോലെയല്ല, അവന് നല്ല രീതിയിൽ പ്രായോഗിക ബുദ്ധിയുണ്ട്, പക്വതയുണ്ട് സംസാരത്തിൽ. കാരണം നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നവർ പലരും അവരുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒഴുക്ക്, ഓരോ ഓരോരോ നീർച്ചാലുകൾ പോലെ ഓരോ നീർച്ചാലുകളിലൂടെ ഓരോ ജീവിതം വിചാരിച്ചാൽ അതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് അവരെല്ലാവരും ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കത്തൊന്നുമില്ല, ആരുമില്ല. കാഴ്ചക്കാരും കാണിക്കാരും ഒക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം കാണും. അവരെന്നിട്ട് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് പോകും. അപ്പം നമ്മളാണ് നമ്മുടെ ജീവിതം കണ്ടെത്തേണ്ടതും അതിൽ മറ്റുള്ളവർ നോക്കിയെടുത്തില്ല എന്നുള്ള പരാതി പറയാതെ നമ്മുടെ ജീവിതം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ആ പക്വത അവനുണ്ട് കേട്ടോ, സീരിയസ്ലി. അല്ല ഫാമിലി ഉണ്ട്, എല്ലാവരും ഞാൻ മാത്രമല്ലല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ വിചാരിക്കത്തില്ല എല്ലാവരും. കൊല്ലത്ത് എവിടെയാ സ്ഥലം? മോന്റെ അവിടെ ആരൊക്കെ ഉണ്ട്? പറഞ്ഞു കൊല്ലത്ത് സ്ഥലം മാടനട, പുത്തനട. നോക്കടാ സ്കിൻ കെയർ എപ്പോഴും എന്റെ വീടിന്റെ അടുത്തേക്കൊണ്ട് എപ്പോഴും എന്റെ കൂടെ കാണും. കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ? ഹായ്. ഫാമിലി വേൾഡ്. കിച്ചുവിന്റെ ഇപ്പൊ ഉള്ള ഡ്രീം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് വീട് എനിക്ക് വീട് വെക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. പഠിക്കണം, വീട് വയ്ക്കണം. ഹാറ്റ്സ് ഓഫ്. സത്യം പറയാമല്ലോ, കയറി കിടക്കാൻ ഇടമുണ്ടാക്കുക. എൻ്റെ അമ്മ പണ്ട് കൊച്ചുകാലങ്ങളിൽ നമ്മൾ പറക്കമുറ്റാത്ത പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത് പറഞ്ഞാൽ വേണ്ട, ഞാൻ ആ സാഹചര്യത്തെ കുറിച്ച് പറയുന്നില്ല, എങ്കിലും എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്കൊരു വീട് വേണം.
അത് ഈ ചെളിമണ്ണ് കൊണ്ട് വെച്ചിട്ടാണെങ്കിലും 4 ചുമരുകളുള്ള വീട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് കിടന്ന് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഞാനിവിടെ പറയുന്നില്ല. അത് വേണ്ട, അത് എൻ്റെ ലൈഫാണ്, എൻ്റെ പാസ്റ്റാണ്, അത് അവിടെ നിൽക്കട്ടെ. അതെൻ്റെ ഉള്ളിലെ കനലാണ്. ആ കനലിൽ തന്നെയാണ് ഞാൻ നീറി ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു വീട്, ഒരു കിടക്കാടം എന്ന എൻ്റെ അമ്മ പറയുക, ആ ഒരു കിടക്കാൻ ഉള്ളൊരു സ്ഥലം, ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നത് വരെയും നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ആ ഒരു സാധനം ഉണ്ടാകുന്നത് വരെയും അതുണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ചെറിയ തൃപ്തി ഉണ്ടാവുക. സീരിയസ്ലി അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹം അവൻ ഈ പ്രായത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം. അത് എല്ലാവർക്കും വേണ്ടൊരു ചിന്തയായിരിക്കണം. ആ ഒരു ചിന്തയിലേക്ക് എത്തുമ്പം ജീവിതം മറ്റൊരു വഴിക്ക് നമുക്ക് വഴികൾ തുറന്നു തരുമെന്നുള്ളതാണ് മനസ്സിലാക്കുക എനിക്ക് പറ്റിയിട്ടുള്ളത്. പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനല്ല, ഒരാൾക്ക് തന്നെ ഒറ്റ ഡ്രീം ഉണ്ടാവണമെന്നില്ല. ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഇതിൽ പോകുന്നു. ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവ നോക്കുന്നില്ല. ഇതിന് ഇവന്റേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇടയ്ക്ക് ഞാൻ വന്ന് യൂട്യൂബിൽ വീഡിയോ വരുന്നത് അതൊക്കെ തന്നെ ഇവന്റേതായിട്ടുള്ള ആൾക്കാർ നമ്മൾ പ്രശ്നങ്ങൾ തീർക്കാൻ പ്രശ്നത്തിന്റെ പുറകെ പോകാൻ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് പേര് പോരി കഴിച്ചു. ഹാപ്പി അല്ലേ എല്ലാവരും? നല്ല ചങ്ക് കൂട്ടുകാരൻ. അവർ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ രക്ഷപ്പെടത്തില്ല. അത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജീവിതം എന്ന് വെച്ചാൽ എന്താ? ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയ്ക്കകത്ത് മുള്ളുകളുണ്ടാവും, കല്ലുകളുണ്ടാവും, കുഴികളുണ്ടാവും, കുന്നുണ്ടാവും, കയറ്റമുണ്ടാവും, ഇറക്കമുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പലപ്പോഴും വിചാരിക്കും പെയിൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കര വിഷമം. നിങ്ങൾ വിഷമമില്ലെങ്കിൽ പിന്നെ സന്തോഷം മാത്രമുള്ള ജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ചേ. 24/7 ചിരിക്കാനും സന്തോഷിക്കാനും ഏറ്റവും ആർഭാടകരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നുള്ള ജീവിതം നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അപ്പുറം നിങ്ങൾക്ക് മടുക്കും. എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും വിഷമമില്ലാതെയോ സങ്കടമില്ലാതെയോ അല്ലെങ്കിൽ മറ്റു ചിലപ്പോഴെങ്കിലും ഒരു മനസ്സിൻ്റെ അകത്തുള്ള എല്ലാ വൈകാരിക തലങ്ങളും കൂടെ ഉണർത്താതെ ഒന്നും എന്നെക്കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഞാനത് മുൻകാലങ്ങളിൽ ചിന്തിച്ചിരുന്നു. സന്തോഷമുള്ള ജീവിതം വേണം, സന്തോഷമായിരിക്കണം ജീവിതം. സന്തോഷമല്ല ജീവിതം, സന്തോഷമായ പോയി. സന്തോഷമയമായ ജീവിതമാണ് നമ്മൾ ഉൾക്കൊണ്ട് ചിന്തയിൽ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ജീവിതങ്ങളൊന്നും ഈ ഭൂമിയിലില്ല. അങ്ങനെ ഒരു ജീവിതമേ ഇല്ല ഭൂമിയിൽ. അതുകൊണ്ട് സന്തോഷം എന്നുള്ള കാര്യമല്ല, നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം, കഠിനാധ്വാനം, അതിനകത്ത് നമ്മുടെ സാക്രിഫൈസ്, സെൽഫായിട്ടുള്ള സാക്രിഫൈസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. അതിലൂടെ കിട്ടുന്ന സന്തോഷം. രേണു സുധിയുടെ കാര്യത്തിലേക്ക് വരാം. നിനക്ക് ഇതും കൂടെ കഴിയട്ടെ. എല്ലാവരും പറയുന്നല്ലോ. ഓക്കെ, അപ്പം ഈ കമൻറ്റ് ബോക്സ് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. മോനെ ഡെയിലി വീഡിയോ ഇടണം, കുറച്ചുകൂടി ബോൾഡായി സംസാരിക്കണം. മോൻ്റെ സംസാരം കേട്ട് അറിയാം മോൻ എത്ര പാവമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരൻ സൂപ്പറാണ്. മിടുക്കൻ സ്വന്തമായി വീട് വയ്ക്കണം. ദാനം കിട്ടിയ വീട് അമ്മയും മക്കളും വീടാണ്. അമ്മയും മക്കളും വേട്ടയാടപ്പെടാൻ കാരണം. ഒരിക്കലും ആരുടെയും ഒന്നും മേടിക്കാതെ ജീവിക്കണം. യെസ്, വേട്ടയാടുന്ന രേണു സോഷ്യൽ മീഡിയ ഇടുന്ന നടന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് മനുഷ്യനെ വെറുപ്പിച്ചു എന്നൊക്കെ പറയുന്നു. എന്ത് യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇടൂ, കാരണം അത് മോനൊരു ഇൻകം അല്ലേ. കൂട്ടുകാർ നല്ല മെച്ചുവറായി ഡീറ്റെയിൽ. കിച്ചുമോനെ സുധിച്ചേട്ടനെ പോലെ മോൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, കിച്ചുമോനെ അച്ഛനും അമ്മയും കുറിച്ച് പലതും പറയും. അതൊന്നും കേട്ട് മോൻ ടെൻഷൻ അടിക്കരുത്. നല്ല മനുഷ്യർ ഒരുപാട് പേര് അവരെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ കിച്ചു, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ആ മൈക്കിൻ്റെ കാര്യം. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം. ഓക്കെ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിനക്കൊരു നല്ലൊരു മൈക്ക്. എനിക്കതാണ് വിവാദം. അല്ലെങ്കിൽ പറയട്ടെ, ഈ കമന്റ് ഇട്ടോളം പറയട്ടെ, എന്നെ ആരാ താലി കിട്ടിയിട്ടുള്ളത്? കമന്റ് ഇടുന്നവരെ വ്യക്തമായിട്ട് അറിയാം. ഞാലിയാവഴിയിലുള്ള കുറെ എണ്ണത്തിനാണ്. എല്ലാവർക്കും ഇല്ല കേട്ടോ. പുറമേ നിന്ന് ചിരിച്ച് കാണിക്കുന്ന എല്ലാവർക്കും ഇല്ല. ഞാലിയാവഴി തന്നെ എടുത്ത് പറയാം. ഞാൻ അവിടെ കുറെ ജീവിച്ചതാണ്. എന്റെ സൂചിച്ചേട്ടൻ കുറെ അനുഭവിച്ച സ്ഥലമാണ്. ഒന്നും വേണ്ട. ഈ ലോകത്ത് ഞാൻ സുധിച്ചേട്ടന്റെ ഒരേ ഒരു കുഞ്ഞിനെയാണ് പ്രസവിച്ചിരുന്നത്. കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. മനസ്സിലായല്ലോ. കിച്ചു എന്റെ മകനാണ്, മൂത്ത മകനാണെങ്കിൽ പോലും. സുധിച്ചേട്ടനിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അത് ഋതുലാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇനിയും പറയാനില്ല. ഇത് എന്ത് കാര്യം ഇനിയും കുത്തിപ്പോകും. അപ്പോൾ ഞാനൊന്നും സമ്മതിക്കാതിരിക്കുന്നില്ല. കാരണം എന്നോട് ആരും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ ആരും. കുമാരനാശന്റെ കരുണ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വാസവദത്ത, അതുപോലെ തന്നെ ചിന്താവിഷ്ടയ സീത, ശ്യാമളല്ല സിനിമയുടെ പേര്. അതിൽ നമ്മുടെ വാസവദത്ത എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമയമായില്ല പോലും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ രാജാവുക്ക് വെട്ടിനുറുക്കിയിട്ടിട്ടുള്ള ആ ശരീരം, ഏറ്റവും സുന്ദരമായ ശരീരത്തിന് വെട്ടിനുറുക്കിയിട്ട സമയത്ത് അദ്ദേഹം നമ്മുടെ ബുദ്ധസന്യാസി അവസാനം വരുന്ന സമയത്തും ഇപ്പോഴാണോ വരുന്നത്, വൈകിപ്പോയല്ലോ, ഞാനിപ്പോഴാണ്, എനിക്ക് ഇനി എങ്ങനെയാണ് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. അതായത് ഒരു ജീവിയും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഒരു കഷ്ണം പോലും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഒന്നുമില്ല. അതുപോലെ തന്നെ
ആ സൗന്ദര്യമുള്ള വാസവദത്ത അഹങ്കരിച്ചിരുന്നു സൗന്ദര്യത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹം. ഈ ഞാൻ പറഞ്ഞ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന ആ വാസവദത്ത എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണാണ്, സമൂഹത്തിൻ്റെ നോട്ടമാണ്. ആ വാസവദത്ത ചുറ്റുപാടും കണ്ടിരുന്നതെല്ലാം എൻ്റെ സൗന്ദര്യം ഏറ്റവും മതിമറക്കുന്ന രീതിയിലുള്ളതാണ്. എൻ്റെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ്, ഞാൻ എന്ത് വിചാരിച്ചാൽ നടക്കും, അത് രാജാവാണെങ്കിലും ശരി ഏറ്റവും താഴെയുള്ളവരാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വാസവദത്തയുടെ കണ്ണുപോലത്തെ ഒരു കണ്ണാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം. ആ പൊതുബോധത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടും ആ മറ്റുള്ള പല ആൾക്കാരും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവരെ ജഡ്ജ് ചെയ്യും. മറ്റേ വ്യക്തിക്ക് അഥവാ ആ ബുദ്ധസന്യാസിക്ക് ഇവരോട് പ്രണയമാണ്, അല്ലെങ്കിൽ ബുദ്ധസന്യാസിയോട് ഇവർക്ക് പ്രണയമാണ്, അതുകൊണ്ട് വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും അയാൾ വരുന്നില്ല, സമയമായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് തിരിച്ചയക്കുകയാണ് പതിവ് ദാസിമാരെ. അങ്ങനെ ഒടുവിൽ വരുന്ന സമയത്തോ ഇയാൾ വരുന്ന സമയത്ത് ഇവരെ വെട്ടിക്കൂട്ടി അവർ ചേതനെ അറാറായി കിടക്കുന്നു. അവരെ അവസാനം അദ്ദേഹം കണ്ടിട്ട് പോകുമ്പോഴേക്കും അവർ മരണപ്പെടുന്നു വാസവദത്ത. അതിനകത്ത് വലിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് നമ്മുടെ ഈ സമൂഹം ഒരാളെ ഒരു ചില പ്രത്യേക തരത്തിൽ കാഴ്ചപ്പാടിലേക്ക് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ പിന്നിൽ നിന്നും അതിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിച്ചാലും നടക്കാത്തതുകൊണ്ട് പിന്നീട് അവർ ആ വഴിയിലേക്ക് നടന്നു പോകും. ഈ സമൂഹം തന്നെ ചാപ്പ കുത്തി എത്ര പേരെ എന്താ പറയുക ഈ വ്യഭിചാരിണികളായിട്ട് മാറ്റിയിട്ടുണ്ട്, എത്ര പേരെ സാമൂഹിക വിരുദ്ധരാക്കി മാറ്റിയിട്ടുണ്ട്, എത്ര പേരെ കൊലപാതകികളാക്കിയിട്ടുണ്ട്, എത്ര പേരെ കഴുമരത്തിലേക്ക് അഥവാ സ്വന്തമായിട്ടും മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ഈ സമൂഹത്തിൻ്റെ വാക്കുകളും സമൂഹത്തിൻ്റെ പറച്ചിലുകളും ആ ഒരു ചങ്ങലപ്പൂട്ടിൻ്റെ അകത്ത് നിന്ന് ശബ്ദങ്ങളും കാരണം എത്ര ജീവിതങ്ങളാണ് ഈ ഭൂമി ഒലിഞ്ഞു പോയത്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിപ്പോഴും പറയുന്നു ഐ ആം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ എനിക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. അപ്പം ഞാനൊരു പെർഫെക്റ്റ് പേഴ്സൺ അല്ലാത്തടത്തോളം കാലം മറ്റൊരു വ്യക്തി പെർഫെക്റ്റ് അല്ല എന്ന് പറയാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് 100% അടിച്ച് ഉറപ്പിച്ച് പറയാൻ എന്നെ ബാധിക്കാത്തടത്തോളം, സമൂഹത്തിനെ ബാധിക്കാത്തടത്തോളം കാലം എനിക്കതിനകത്തുള്ള യോഗ്യതയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ത്രീ അവരുടെ ഈ ഒരു ഇതിനകത്ത് എവിടെയോ ഇദ്ദേഹത്തിൻ്റെ ഈ പൂ താഴേക്ക് വീഴുന്നു. അത് ഏത് സമയത്താണെന്ന് നോക്കട്ടെ. 7:41. ജസ്റ്റ് നമുക്ക് അതോടെ കാണാം. ഈ പുള്ളി പോലും ഇത് പറഞ്ഞു നടക്കും, അയാൾ പോലും പറഞ്ഞു നടക്കും. ബാക്കിൽ നോക്കുക. ചേച്ചിക്കെതിരെ ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാൾ ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല. എനിക്ക് അതായത് സുധിച്ചേട്ടൻ്റെ അഥവാ സുധിയുടെ ആ വെച്ചിരുന്ന ആ ഒരു മാലയിൽ നിന്നും ഹാരത്തിൽ നിന്നും ഒരു പ്ലാസ്റ്റിക്കോ എന്തോ പൂ വച്ചിരുന്ന സാധനം താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഈ താഴേക്ക് വീണ പൂ അത് സുധിയുടെ പ്രസൻസ് അവിടെയുണ്ട്. സുധി ഇവരുടെ ഈ പറയുന്ന തള്ളല്ല. ഞാൻ കണ്ടു, ദൈവമേ ഞാൻ കണ്ടു, സുധിയേട്ടനതും ഒക്കെ കാണുന്നുണ്ടാവില്ല. ഓ ശരിയാണല്ലോ, ഈ കമൻറ്റോടെ കണ്ടു. ശരിക്കും നമ്മുടെ ഒരു കുളിർമ തോന്നുന്നു. അത് കാണാൻ രേണു പറയുന്ന കള്ളത്തരം കേട്ട് കരയുന്നതാകും, ഇവളുടെ തള്ളൽ കേട്ട് സഹിക്കാതെ വീണതാണ്. അത് താഴത്ത് വെച്ചതാ, അവരുടെ ചേച്ചിയുടെ മോളെടുത്ത് കുറച്ചുകൂടി നിർത്തിയത്, അതാ വീണത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു കണ്ടോ. അത് താഴത്ത് വെച്ചതാ, അവരുടെ ചേച്ചിയുടെ മോൾ കുറച്ച് മുമ്പ് എടുത്ത് നിർത്തിയതാ, അതാ വീണത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു വ്യക്തി പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം, അതൊരു ദൈവിക ശക്തിയാണ്, മറ്റതാണ് മറിച്ചതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, മരണപ്പെട്ടു പോയിട്ടുള്ള സുധിച്ചേട്ടൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള സുധിച്ചേട്ടൻ ഇപ്പോഴും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഏതെങ്കിലും ശരീരത്തിൻ്റെ അകത്ത് കയറി പറഞ്ഞുകൂടി ഇതാണ് സെറ്റപ്പാണ്, മറ്റതാണ് മറിച്ചാണ്. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഞാനൊരു ചെറിയൊരു വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് കർക്കിടക മാസത്തിൽ ഏതൊരു ഏറ്റവും കൊള്ളാത്തൊരു ദിവസം തുടങ്ങിയെന്ന് പറഞ്ഞ് കുറച്ച് പേരോട് സംസാരിച്ചിരുന്നു. ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയില്ല. ഞാൻ ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഇവിടെ എന്താണോ ചിന്തിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് എന്നെ പലരും പിന്നോട്ടടിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. പണ്ട് കാലങ്ങളിൽ വീടിൻ്റെ മുമ്പിൽ മുട്ട വരച്ചു വെച്ച മുട്ട, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക സിന്ദൂരം, കുങ്കുമം, ഭസ്മം, മറ്റുള്ള കുറേ പൂക്കൾ, വീടിൻ്റെ ഫ്രണ്ടിൽ മറ്റേ എന്താണ് പട്ടിൽ പൊതിഞ്ഞിട്ടുള്ള നമ്മുടെ പൂച്ചയുടെ തല, ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്ത് ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഞാൻ അപ്പോഴും പോലും അതിന് ടെൻഷൻ അടിച്ചിട്ടില്ല. പിൽക്കാലത്തും ഞാൻ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലെത്തിയ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ഞാൻ തിന്ന കോഴികളുടെ, ഞാൻ തിന്ന മീനുകളുടെ, ഞാൻ തിന്ന ഒരുപാട് ജീവികളുടെ ആ പ്രേതം എന്നെ കൊല്ലേണ്ടതാണ്. അങ്ങനെ ഒരു പ്രേതം ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യന് മാത്രമായിട്ട് പ്രേതം ഉണ്ടാവുമെങ്കിൽ, മനുഷ്യരൂപം മാത്രം ദൈവങ്ങളായിട്ട് മാറുമെങ്കിൽ, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മതങ്ങൾക്കുള്ള ദൈവങ്ങൾ ആകാശത്തു നിന്ന് പുറത്തേക്ക് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പ്രമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ മാത്രം മതത്തിലെ ദൈവങ്ങൾ മാത്രം ഈ ഭൂമിയിലേക്ക് ഓരോ ദിവസം ഇടപെട്ട്, ആദ്യത്തെ ദിവസം ഒരു മതത്തിൻ്റെ ദൈവം, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദൈവത്തിൻ്റെ മതം, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ മതത്തിൻ്റെ ദൈവം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസത്തിൽ വന്ന ദൈവത്തിൻ്റെ ദൈവങ്ങളെയും 3-ാമത്തെ ദിവസത്തിന് മുമ്പ് ഇവർ കൊന്നിട്ടുണ്ടായിരിക്കും. ഉറപ്പിച്ച് ഞാൻ പറയാം, അത്രമാത്രം മതം നമ്മളെ തിന്നിട്ടുണ്ട്. യുക്തിയും ചിന്തയും സാമൂഹിക ബോധവും ഈ ഗാലക്സി ആകാശകയിൽ അഥവാ നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഒരു മണൽത്തരിയുടെ അത്ര പോലും ഇല്ലാത്ത സൗരയൂഥത്തിൻ്റെ അകത്ത് 8 ഗ്രഹങ്ങളുടെ അകത്ത് ഒരു ചെറിയ ഭൂമിക്കകത്ത് ഏറ്റവും കുഞ്ഞു ശരീരം, ഒരു ബാക്ടീരിയയുടെ അത്ര പോലും പ്രപഞ്ചത്തിനെ വെച്ച് വർണ്ണിച്ചാൽ നമ്മളൊക്കെ എന്താണ് ഒരു പൊടി പടലത്തിനെ പോലും ഭൂമി പോലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ തരത്തിലാണ്
വോയേജർ എടുത്തിട്ടുള്ള ഹോം എന്ന് പറഞ്ഞ ഫോട്ടോ കാണണം. അതിനകത്ത് ആ വോയേജർ എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ പോലും ഭൂമി അടയാളപ്പെടുത്തുന്നതിനകത്ത് ഒരു പിൻ പോയിന്റ് കൊണ്ട് വയ്ക്കുന്നതിൻ്റെ കാട്ടിലും എത്രയോ മൈക്രോ അതിനെക്കാട്ടി ചെറുതാണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നോട് ചിന്തിക്കണം. അപ്പോൾ ആ നമ്മളാണ് ഇവിടെ നിന്നുകൊണ്ട് വലിയ വലിയ കഥകൾ പറയുന്നത്. ജീവിക്കുക, മരിക്കുക, അതിനപ്പുറത്ത് ഇതിനിടയ്ക്കുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ പരമാവധി ജീവിക്കാൻ അനുവദിക്കുക, അത്രയേ ഉള്ളൂ. അതൊരു ഫിലോസഫി അല്ല, അതൊരു സത്യമാണ്. മതങ്ങളും ദൈവവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതിന് ഞാനൊരിക്കലും എതിർക്കത്തില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. സോ ഞാനൊരു കാലത്ത് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം വായന മാത്രമാണ്. വായനയും ചില മനുഷ്യന്മാരായിട്ടുള്ള ഇടപെടലും ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്ത് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്നെ കാണാതാവുന്നു. ഞാൻ എവിടെയോ യാത്രകൾ പോകുന്നു, ഞാൻ ഇപ്പോൾ പല ആൾക്കാരെ കാണുന്നു, സംസാരിക്കുന്നു, അവരുമായിട്ട് കൂടുതൽ സംവദിക്കുന്നു, അവരുമായിട്ട് കൂടുതൽ അവരുടെ അറിവുകൾ വലിയ ആൾക്കാരെന്നല്ല ചെറിയ ആൾക്കാരുമായിട്ട്. അതൊക്കെ നമ്മുടെ ചിന്തകളെ മാറ്റും, നമ്മുടെ പ്രവൃത്തികളെ മാറ്റും. ഇന്നലെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഈ തെറ്റായിരുന്നു എന്നുള്ള ബോധ്യമുണ്ടാക്കും. ഞാൻ ഇന്നലെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ വിഡ്ഢിയെന്ന് എന്നെക്കുറിച്ച് തന്നെ ഞാൻ പറയും. ഞാൻ ഇന്നലെ അവർ ചെയ്ത പല കാര്യങ്ങളും തെറ്റായിരുന്നു, ആ തിരുത്താനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ സ്ത്രീ, അതായത് രേണുസുതി എന്നുള്ള സ്ത്രീ, ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മുടെ വാത്മീകിയുടെ കാര്യം പറയാം. നമ്മുടെ രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടുകള്ളനായിട്ടുള്ള രത്നാകരൻ കാട്ടിലൂടെ പോകുന്ന ആൾക്കാരിൽ നിന്നും എല്ലാം അപഹരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ അശ്വിനി ദേവന്മാർ അദ്ദേഹത്തിനെ കാണുകയും, സപ്തർഷികളാണോ അശ്വിനി ദേവന്മാരാണോ, ഓക്കെ എന്തായാലും ഒരു കൺഫ്യൂഷനാണ്, സപ്തർഷികളല്ല അശ്വിനി ദേവന്മാരാണെന്ന് തോന്നുന്നു, അതോ സപ്തർഷികളോ, ഓക്കെ, അവർ അദ്ദേഹത്തിനെ കാണുകയും ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെ കർമ്മഫലം അവരും കൂടെ അനുഭവിക്കുമോ, പിന്നെ ഞാൻ എല്ലാം കൊണ്ട് എൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് അവരനുഭവിക്കും എന്ന് ഇദ്ദേഹം വലിയ കരുത്തായിട്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഇദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ചോദിച്ചിട്ട് വന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് ഇവരെല്ലാവരും സപ്തർഷികളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവർ തിരിച്ചു പോയി, ഇവർ അവിടെ നിന്ന് പോവുകയും അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയണമല്ലോ. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതിന് കാരണത്തിന് എല്ലാത്തിൻ്റെയും ഇതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഒരുമിച്ചല്ലേ അനുഭവിക്കുക, നിങ്ങളും കൂടെ അനുഭവിക്കത്തില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങളാണ് മോഷ്ടിച്ച സാധനം കൊണ്ടുവന്നത്, അത് നിങ്ങൾ മാത്രം ചെയ്ത കർമ്മമാണ്, ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ താല്പര്യമില്ല, അത് ഞങ്ങളല്ല, നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. അഥവാ സ്വന്തം വീട്ടുകാർക്കെന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും കുടിലതകളും അയാൾ മാത്രം അനുഭവിക്കണം എന്നുള്ള ചിന്ത വന്ന സമയത്ത് ആമരം ഈമരം എന്ന് പറഞ്ഞുകൊണ്ട് രാമ എന്ന് പറയുന്ന രീതിയിലേക്ക് ചിതൽപുറ്റും വാത്മീകത്തിൻ്റെ അകത്തേക്ക് പെടുന്ന രീതിയിൽ കുറേ കാലത്തിന് ശേഷം ഈ പറഞ്ഞ സപ്തർഷികളോ അശ്വിനി ദേവന്മാരോ തിരിച്ചു വരികയും അത് പുറ്റിൽ നിന്ന് ഉണർത്തുകയും ചെയ്ത സമയത്ത് പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം വാത്മീകിയായിട്ട് മാറും. വാത്മീകത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആൾ വാത്മീകി. അദ്ദേഹം എഴുതിയതാണ് രാമായണം. പിന്നീട് ആരും അദ്ദേഹത്തിന് രത്നാകരൻ എന്ന കാട്ടുകളെന്ന് വിളിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് പറയുന്ന ഈ രേണുസുതി എന്നുള്ള കഥാപാത്രം, ഈ വ്യക്തി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ സമൂഹം മൊത്തം അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അന്ന് ഇവരെ എല്ലാവരും വാഴ്ത്തിപ്പാടും. അന്ന് ഇവരാരെയും കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറയുന്നവരെ തള്ളയ്ക്കും തന്തയ്ക്കും നമ്മൾ വിളിക്കും. അതുകൊണ്ട് ഇത് കാലഘട്ടത്തിൻ്റെ ഒരു കളിയാണ്, വികൃതിയാണ്. ഇപ്പം കുറ്റം പറയും, നാളെ അത് മാറ്റി പറയാം. ചിലപ്പോൾ ഇനി ഒരു ബിഗ് ബോസിൽ പോകുമ്പോഴേക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറിയെന്നും വരാം. അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. സോ ഗൈസ്, ഇത്രേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ആ അനിയൻ്റെ അഥവാ കിച്ചുവിൻ്റെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. ആ പയ്യന് വളർന്നു വരട്ടെ. അതുപോലെ തന്നെ കിച്ചുവിനും രേണുവിനും ഇതുപോലെ സമൂഹത്തിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഓക്കെ, ഓരോ നിമിഷവും മാറേണ്ടതാണ്, മാറ്റം അനിവാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം തലക്കാൻ ഗ്രൂപ്പ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ കാണുന്ന റൈസ്. ബൈ.